നമ്മളെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയപ്പോൾ ഉമ്മ ഉണ്ടാക്കി തന്ന മടിയൻ മന്തി ഒരു വെറൈറ്റി പേരാണ്. എളുപ്പത്തിൽ എങ്ങനെ ഒരു മന്തി ബിരിയാണി ഉണ്ടാക്കാം. പരിപാടി കണ്ടപ്പോൾ ഭയങ്കര എളുപ്പമായി തോന്നി. ശരിയാ, എളുപ്പമാണ്, വലിയ പാടൊന്നുമില്ല. വേണ്ട പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ അരി വേവിക്കണമല്ലോ. അപ്പോൾ അതിനായിട്ട് അത്യാവശ്യം കണക്കിന് വെള്ളം എടുത്ത് അതിൽ നമ്മുടെ ഇല, നമ്മുടെ ലീഫില്ലേ ഇട്ട്, പിന്നെ ഉണങ്ങിയ ഇത് എന്താ പറയുക ലെമണ് അതിട്ട്, പിന്നെ നമ്മളെ മന്തി റൈസ് അത് ആദ്യം ഇട്ട് കൊടുത്ത്, പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് തിളപ്പിക്കും. പിന്നെ ഈ കാണുന്ന പരിപാടിയാണ് നമ്മളെ ചിക്കൻ സെറ്റപ്പ് ചെയ്യേണ്ട പരിപാടി. അതിന് വേണ്ടി ഈ പറഞ്ഞ ഗ്രാമ്പ്, പട്ട, ഏലക്ക, പിന്നെ ആ സാധനങ്ങളൊക്കെ ആദ്യം ഇട്ട് കുക്കറിൽ. പിന്നെ നമ്മൾ ഹൈലൈറ്റായി കാണുന്നില്ല നമ്മളെ മാഗി മസാല, അതും ഇടുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ സാധനങ്ങളും ഗ്രാമ്പും ഇതൊക്കെ ഇടുന്ന ഇതാണ്. പിന്നെ കുറച്ച് എന്താ പറയുക കുരുമുളക് പൊടി, പൊടിച്ചതല്ല, നമ്മൾ റോ ആയിട്ടുള്ള കുരുമുളക് പൊടി. പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് മുളക് പൊടിയും, നമ്മൾ കാശ്മീരി ചില്ലി ഇട്ടിട്ടുള്ള. പിന്നെ കുറച്ച് നമ്മൾ ഗരം മസാല അത് ഇട്ട്, പിന്നെ എന്താ പറയുക മന്തിക്ക് വേണ്ടിയിട്ടുള്ള മന്തി മസാല അത് കുറച്ച് അധികം ഇടുന്നുണ്ട്. മന്തി മസാല ഒരു 2 കൈക്കോളം അതിട്ട്, പിന്നെ നമ്മൾ നന്നായി കഴുകി വൃത്തിയാക്കിയ ചിക്കൻ അത്യാവശ്യം സൈസുള്ള രീതിയിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അതിട്ട് നല്ലോണം സ്ലോ ആയിട്ട് ഇളക്കി എല്ലാ സൈഡിലും അതിൻ്റെ മസാല, അതിൻ്റെ സ്പൈസസൊക്കെ കിട്ടുന്ന രീതിയിൽ നല്ല രീതിയിൽ സ്ലോ ആയിട്ട് അത് ഇളക്കി. പിന്നെ ആവശ്യത്തിന് ഉപ്പും നമ്മൾ ഇട്ട് കൊടുത്തു. എന്നിട്ട് തന്നെ അതിൻ്റെ മസാല പിടിക്കാൻ വേണ്ടിയിട്ടുള്ള പെരക്കൽ പരിപാടി. പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിൽ അതും കൂടി ഇട്ടൊന്ന് പെരക്കി. പിന്നെ നമ്മൾ എന്ത് ചെയ്ത് പാരലിൽ നമ്മളെ ഇതിൻ്റെ വേവ് നോക്കിയ ശേഷം ഇത് കൃത്യമായിട്ട് നമ്മളെ ഈ കുക്കറിലേക്ക് തട്ടി. അപ്പം ബേസിൽ നമ്മൾ പെരക്കി വെച്ച ചിക്കനും, പിന്നെ താഴെ എന്താ പറയുക മുകളിൽ നമ്മൾ വേവിച്ച റൈസ്, പിന്നെ കുറച്ച് സാഫ്രോൺ ഇതും, പിന്നെ നല്ല മുളക്, തുണ്ടൻ മുളകില്ലേ ആ മുളക് ഒരു 3-4 ഇറക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊന്ന് നോർമൽ പ്രക്രിയ തന്നെ. നമ്മൾ നേരെ ഇത് പൂട്ടി വെക്കുന്നതിന് മുന്നേ ഒരു ചാർക്കോൾ ബേണിങ് പരിപാടിയും കൂടിയുണ്ട്. അതൊരു സ്പെഷ്യലായിട്ട് ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി നേരെ കുക്കറിലിട്ടൊന്ന് പൂട്ടി വേവിക്കാൻ വേണ്ടി ഒരു 2-3 വിസിൽ പോയ ശേഷമാണ് ഇതിൻ്റെ ഓപ്പണിങ് പരിപാടി. അപ്പോൾ ഒരു അഡീഷണൽ വെള്ളമൊന്നുമില്ല. ഇപ്പോൾ ചോറിന് നേരത്തായിട്ട് ഇട്ടുകൊണ്ട് അതിൽ നിന്ന് കുറച്ച് വെള്ളം ഊറിയിട്ടുണ്ട്. അപ്പോൾ ഇതാ തുറക്കുന്ന പരിപാടിയാണ്. തുറന്ന ഇതാണ് നമ്മൾ സെറ്റപ്പായി കാണുന്നത്. പിന്നെന്ത് ചെയ്യും, ഇത് നേരെ നമ്മളെ മെയിൻ വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റി. ചിക്കനൊക്കെ കണ്ട നല്ല സെറ്റായിട്ട് വെന്തിന്, ബേസാണെങ്കിലും ഒരു നല്ല രീതിയിൽ വെന്ത് കിട്ടീന്. അപ്പോൾ ഒരു അറിബറിയായിട്ടൊരു മന്തി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഈ മെത്തേഡ് ഫോളോ ചെയ്താൽ മതി. സെറ്റപ്പായിട്ട് കിട്ടും, ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല രസമാണ്. അരിയും നല്ല വെന്തിന്, പിന്നെ അതേപോലെ ചിക്കനും